ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്നൊരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടോ കാണിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരിയൊക്കെ അരയ്ക്കാൻ മറന്നുപോയാൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പവും അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ചേർത്ത കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ പച്ചരി വേണം. 2 കപ്പ് അളവിൽ പച്ചരിയാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ റേഷൻ പച്ചരിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ എടുക്കുന്ന ഏത് പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ 2 കപ്പും നിറച്ച് വേണം എടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു 5-6 വട്ടെങ്കിലും നല്ലപോലെ തന്നെ ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചോറാണ് കേട്ടോ ചേർക്കേണ്ടത്. 1/2 കപ്പ് അളവിൽ ചോറ് ചേർക്കാം. ഒരു ദിവസം പഴക്കമുള്ള ചോറൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഏത് ഈസ്റ്റ് വേണമെങ്കിലും ചേർക്കാം. ഡ്രൈ ഈസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഇൻസ്റ്റൻ്റാണ് ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇത്രയും കൂടിയിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് രാത്രി മുഴുവനും ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാത്രി ഇതുപോലെ ചെയ്ത് വെച്ചാൽ രാവിലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴേക്കും ഇതെല്ലാം നല്ലപോലെ തന്നെ കുതിർന്ന് ഫെർമെൻ്റായി കിട്ടും. അപ്പോൾ ഇതിനി മാറ്റി വയ്ക്കാം. ഇത് രാവിലെ ആകുമ്പോഴേക്കും നല്ലപോലെ തന്നെ ഇത് ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളത്തിലൊക്കെ കണ്ട ഒരു പത പോലെ കാണും. അപ്പോൾ നല്ലപോലെ ഫെർമെൻ്റ് ആയിട്ടുള്ള വെള്ളമാണ്. ഇനി ഇത് അരച്ചെടുക്കണം. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ വെള്ളം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനി അഥവാ വെള്ളം കുറച്ച് വേണം തോന്നിയാൽ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ അതേ വെള്ളത്തിൽ തന്നെയാണിത് അരച്ചിരിക്കുന്നത്. നല്ല നൈസായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ഇരിക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കണം. ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസും അല്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മളിത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് അടച്ച് വയ്ക്കുകയാണ്. അപ്പോഴേക്കും മാവ് ഒന്നും കൂടി ഒന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ഒരു കറി തയ്യാറാക്കാം. അതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു സവാള, കൂടെ തന്നെ 5 പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ഗ്രീൻ പീസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ പീസ് രാത്രി തന്നെ കുതിർത്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ചേർക്കുക. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 6 മുതൽ 7 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി കിട്ടും. ഇപ്പോൾ നന്നായിട്ട് നമ്മളിത് വേവിച്ചെടുത്തു. ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഒരുപാടങ്ങ് ഉടയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. എല്ലാം നല്ലപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കുന്നത്. നല്ല കട്ടി തേങ്ങാപ്പാൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാവേ വേണ്ടൂ. ഒരുപാടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാകുന്ന സമയത്ത് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നെങ്കിൽ ഗരം മസാല ചേർക്കുക, അല്ലെങ്കിൽ പെരുംജീരകം ചേർത്താലും മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇറക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കടുകും കരിവേപ്പിലയും കൂടി താളിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. ഇപ്പോൾ ദോശയ്ക്കും അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മാവും നന്നായിട്ട് തന്നെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തെടുക്കാം. വെളിച്ചെണ്ണ ചേർത്താൽ നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും, നല്ലൊരു ഫ്ലേവറും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. വീണ്ടും നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 1.5 സ്പൂൺ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇത് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ ഇതുപോലെ ഹോൾസൊക്കെ വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വേണം ഓരോന്നും റെഡിയാക്കി എടുക്കാനായിട്ട്. ഒന്നെങ്കിൽ മറിച്ചിട്ട് കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുക്ക് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ടുള്ള അപ്പവും അതുപോലെ തന്നെ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, സ്പോഞ്ചി ആയിരിക്കും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.